PV അൻവർ വിഷയത്തിൽ ലീഗ് മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം. സംസ്ഥാന കമ്മിറ്റിയിൽ PV അൻവർ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അൻവർ പിടിച്ചത് LDA വോട്ട് മാത്രമാകാനാണ് സാധ്യതയെന്നും PM സലാം പറയുന്നു. കോൺഗ്രസിലെ ക്രെഡിറ്റ് തർക്കത്തിൽ ആർക്കും പട്ടം കൊടുത്തിട്ടില്ലെന്നാണ് PM സലാമിൻ്റെ പ്രതികരണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ചർച്ചാ വിഷയമായിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നണി പ്രവേശനമോ പാർട്ടിയുമായി സഹകരിക്കുന്നതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ടുന്ന സമയത്ത് UDFൽ ചർച്ച വരികയാണെങ്കിൽ പാർട്ടിയുടെ അഭിപ്രായം രേഖപ്പെടുത്താമെന്നതല്ലാതെ അത് സംബന്ധിച്ച പ്രത്യേക ചർച്ച ഈ യോഗത്തിലുണ്ടായിട്ടില്ല. അല്ല, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഇപ്പോൾ എന്ത് ഫാക്ടറാണ് ഉള്ളത്? മുസ്ലിം ലീഗ് ക്ലാസ് എടുക്കുന്നു, മുസ്ലിം ലീഗ് മധ്യസ്ഥ വഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പറയാണ്. അത് ഞങ്ങൾ പിന്നെ തല്ലിൽ വെച്ച് കെട്ടണ്ട. അല്ല, അതിന് ഞങ്ങളങ്ങനെ ആർക്കും പട്ടം കൊടുത്തില്ലല്ലോ. ഞങ്ങളാർക്കും പട്ടം കൊടുത്തിട്ടില്ല, അങ്ങനെ പട്ടം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ ചേരുന്നു. ബിപിൻ സി വിജയൻ, ശരിക്കും PV അൻവറിൻ്റെ കാര്യം ഇനി പറയേണ്ട ആവശ്യകത തോന്നുന്നില്ല എന്നതാണോ ലീഗിൻ്റെ ഇപ്പോഴത്തെ നിലപാട്? അതേ SKN, അതിലേക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് കൂടി എത്തിയിരിക്കുന്നു. ആദ്യഘട്ടത്തിലൊക്കെ ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു മധ്യസ്ഥ ചർച്ചയൊക്കെ നടത്തിയത് മുസ്ലിം ലീഗാണ്. ഇപ്പോൾ UDF ഏത് തീരുമാനം എടുക്കുന്നോ അതിനൊപ്പം നിൽക്കാം എന്നുള്ളതാണ് മുസ്ലിം ലീഗിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു ധാരണയുള്ളത്. ഇന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി മലപ്പുറത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം മാധ്യമങ്ങളെ കണ്ടത്. പ്രധാനമായും പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് സ്വതന്ത്രന്മാർ ഉയർന്നു വരും, അപ്പോഴത് ചർച്ച ചെയ്യും. ആ വിഷയം കഴിഞ്ഞിരിക്കുന്നു, ഇനി അതൊരു ചർച്ച ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതിലേക്ക് എത്തിയിരിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഫാക്ടറാണോ എന്നുള്ള ചോദ്യത്തിന് SDPI പോലെ BJP പോലെ PV അൻവറും വോട്ട് പിടിച്ചു. PV അൻവർ ആ രീതിക്ക് ഒരു ഫാക്ടറായി എന്നുള്ളത് മാത്രമാണ് ഒരു മറുപടി ഉള്ളത്. ഒരു തരത്തിലും ലീഗ് മധ്യസ്ഥ വഹിച്ചിട്ടില്ല, അത് തങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളത് കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ വീട്ടിൽ വന്ന് കണ്ടിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിലേക്ക് അങ്ങനെ വരുന്നവർക്ക് ചായ കൊടുത്ത് സൽക്കരിച്ച് വിടും എന്നുള്ളത് മാത്രമാണ് മറുപടി ഉള്ളത്. ലീഗ് ഇതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. കാരണം UDFൽ VD സതീശൻ പറയുന്നതിനെ കുറച്ചുകൂടി ഒരു പിന്തുണയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ഇനി ഈ വിഷയവുമായി മുന്നോട്ട് പോകേണ്ടതില്ല, അത് UDF തീരുമാനിക്കട്ടെ, പ്രത്യേകിച്ച് കോൺഗ്രസ് അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എടുക്കട്ടെ എന്നുള്ളതിലേക്കാണ് പ്രധാനമായും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കോൺഗ്രസിലെ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്രെഡിറ്റ് തർക്കത്തിൽ ഒപ്പം തന്നെ ഈ ആരാണ് മേജർ ആരാണ് ക്യാപ്റ്റൻ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ ആർക്കും ഒരു പട്ടവും കൊടുത്തിട്ടില്ല, ഞങ്ങളെല്ലാവരും തന്നെ UDFനെ സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണ് എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത്. SK